പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഹയർ സെക്കൻഡറി തലത്തിൽ വരുത്താൻ പോകുന്ന പരിഷ്കാരങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർ. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണം, മാർജിനൽ ഇൻക്രീസ്, ജൂനിയർ അധ്യാപകരുടെ പ്രൊമോഷൻ തുടങ്ങിയ വിഷയങ്ങളിൽ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുൻപ് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് എയ്ഡഡ് ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സംഘടന രംഗത്തെത്തിയത്. വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര മാറ്റത്തെക്കുറിച്ച് പഠിച്ച ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഹയർ സെക്കൻഡറി തലത്തിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾക്കെതിരെയാണ് ഹയർ സെക്കൻഡറി അധ്യാപകർ രംഗത്തെത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണമാണ്. ഇത് +2 വിഭാഗത്തിന്റെ ഗുണനിലവാരത്തെ തകർക്കുമെന്ന് അധ്യാപകർ ചൂണ്ടിക്കാട്ടുന്നു. ഹയർ സെക്കൻഡറി ക്ലാസുകളിലെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം വർദ്ധിപ്പിക്കുന്ന സർക്കാർ നീക്കത്തെയും അധ്യാപകർ എതിർക്കുകയാണ്. ഏകീകരണത്തിന്റെ കാര്യങ്ങൾ ഗവൺമെന്റ് പ്രഖ്യാപിച്ചതോടുകൂടി ഹയർ സെക്കൻഡറി മേഖലയിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പൊതുവിദ്യാഭ്യാസ മേഖല തകർച്ചയുടെ ഒരു പാതയിലാണ്. പ്രവേശന നടപടികൾ തുടങ്ങിയ ശേഷം ഓരോ ക്ലാസ്സിലും 65ഉം 70ഉം കുട്ടികളെ കുത്തിനിറയ്ക്കുന്ന ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ഫലപ്രദമായ രീതിയിൽ ഹയർ സെക്കൻഡറി ക്ലാസുകൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു പാളിച്ച ഉണ്ടാകുന്നുണ്ട്. ഹയർ സെക്കൻഡറിയിൽ ഈ രീതിയിലുള്ള വർധന ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് ഒട്ടനവധി സ്കൂളുകളിൽ ആവശ്യമായ കുട്ടികളെ കിട്ടാതെ പല അധ്യാപകരുടെയും തസ്തിക നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഒരു അധ്യാപകനെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നതിലധികം വിദ്യാർത്ഥികളാണ് ക്ലാസുകളിൽ എത്തുന്നത്. 5 വർഷം പൂർത്തിയാക്കിയ ജൂനിയർ അധ്യാപകരുടെ പ്രമോഷന്റെ കാര്യത്തിലും സർക്കാർ തീരുമാനമെടുക്കാത്തതും അധ്യാപകർക്കിടയിൽ വിവേചനത്തിന് കാരണമാവുകയാണ്. അധ്യാപകരുടെ ആനുകൂല്യ കാര്യത്തിലും സർക്കാർ തീരുമാനം വൈകുന്നതിനെതിരെയും പ്രതിഷേധം ശക്തമാക്കാനാണ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപക സംഘടനയുടെ തീരുമാനം. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ നിലവാരമുയർത്തുന്ന ഉൾപ്പെടെയുള്ള എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരുടെ ആവശ്യത്തിന്മേൽ ചർച്ച നടത്താൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ല എന്നാണ് അധ്യാപകരുടെ പ്രധാന ആരോപണം. പ്രതികരണത്തിലേക്ക്. ഈ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്നുള്ള ഒരു കുടക്കീഴിൽ എന്നുള്ള രീതിയിലേക്ക് പോകുമ്പം അവിടെ ഒരു ഗുണനിലവാരത്തിൻ്റെ ഒരു ശോഷണം ഉണ്ടാകുന്നുള്ള ഒരു സംഭവം സംഭവിക്കുന്നത്. ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും കൂട്ടിക്കെട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അരക്ഷിതാവസ്ഥ ഞങ്ങൾ വളരെയധികം പേടിയോടുകൂടിയാണ് കാണുന്നത്. ചെറിയ ക്ലാസ് മുറിയിൽ 65-70 കുട്ടികളാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് സർക്കാർ ഓരോ വർഷങ്ങളിലും മാർജിനൽ ഇൻക്രീസ് എന്ന് പറയുന്ന രീതിയിൽ ഉത്തരവിറക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ടൗൺ ഏരിയയിലാണ്, അതായത് നഗരപ്രദേശങ്ങളിലെ ക്ലാസ്സുകളിലാണ് അല്ലെങ്കിൽ ബാച്ചുകളിലാണ് ഇത്തരത്തിൽ കുട്ടികൾ എണ്ണം വർദ്ധിച്ചു വരുന്നത്. ഗ്രാമീണ പ്രദേശങ്ങളിൽ കുട്ടികളുടെ എണ്ണം കുറവാണ്. അപ്പോൾ മുഴുവൻ കുട്ടികളും ഗ്രാമീണ മേഖലയിൽ നിന്നും നഗരപ്രദേശങ്ങളിലേക്ക് വരികയാണ്. അപ്പം പല മോശമായ സാഹചര്യങ്ങളിൽ അവർ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കൃത്യമായ ശാസ്ത്രീയ പഠനങ്ങളിലൂടെ എല്ലാ സ്കൂളുകളിലും എല്ലാ ബാച്ചുകളിലും 50 കുട്ടികൾ നിജപ്പെടുത്തുന്ന രീതിയിലേക്ക് സർക്കാർ പോയെങ്കിൽ നമുക്ക് ഈ പൊതുവിദ്യാഭ്യാസം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ അനുവദിച്ച പെയർ റിവിഷൻ്റെ ഇതുവരെ അതിൻ്റെ കുടിശ്ശിക തീർത്തിട്ടില്ല. ഇപ്പോൾ 5 കൊല്ലം കഴിഞ്ഞു, 6 കൊല്ലത്തോളമായി. അടുത്ത ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഇതുവരെ സർക്കാർ നിയമിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ ഒരു പ്രതിഷേധം അധ്യാപകർ എല്ലാ മേഖലയിലും അവരുടെ ജീവനക്കാർക്ക് ആനുപാതികമായി വർധനവ് വരുത്തുമ്പോൾ സംസ്ഥാന ജീവനക്കാർക്കും അധ്യാപകർക്കും ന്യായമായ രീതിയിലുള്ള വർധനവ് വരുത്തുന്നില്ല. അപ്പോൾ അത് വർധന സമയം ഇപ്പോൾ കഴിഞ്ഞു, പക്ഷേ ഇതുവരെ സർക്കാർ അതിൽ പ്രതികരണം ഉണ്ടായിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ രജിത് കുമാർ തിരുവനന്തപുരത്ത് നിന്നും നൽകും. രജിത്ത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ഉയർത്തിക്കാട്ടുന്നത്? ആവശ്യങ്ങൾ എന്തൊക്കെ? പ്രധാന ആരോപണങ്ങൾ, വിവരങ്ങൾ. പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ പോകുന്നതിന് മുമ്പേ തങ്ങളുടെ കാര്യത്തിൽ പരിഹാരമുണ്ടാകണമെന്ന ആവശ്യവും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹയർ സെക്കൻഡറി എയ്ഡഡ് സ്കൂൾ അധ്യാപകർ രംഗത്തെത്തിയിരിക്കുന്നത്. അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണമാണ്. അത് വിദ്യാർത്ഥികളുടെ നിലവാരത്തെ വളരെയേറെ താഴ്ത്തും എന്ന ഒരു കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സ്കൂളുകൾ തമ്മിൽ മിക്സായി വരുന്ന ഒരു പ്രശ്നത്തിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഉണ്ടാകാൻ പോകുന്ന സംഘർഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൽ നിന്നും പിന്തിരിയാൻ സർക്കാർ തയ്യാറാവണം. ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയിട്ട് വേണം ഇക്കാര്യത്തിൽ തീരുമാനത്തിലേക്ക് പോകാൻ എന്ന ആവശ്യം പ്രധാനമായി മുന്നോട്ട് വെക്കുന്നു. ഒപ്പം തന്നെയാണ് മറ്റൊരു കാര്യമുള്ളത്, അധ്യാപക അനുപാതം, വിദ്യാർത്ഥികളുടെ അനുപാതം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് സ്കൂളുകൾ ആരംഭിച്ചതിന് ശേഷം, അതായത് ഹയർ സെക്കൻഡറിയിലേക്ക് വിദ്യാർത്ഥികൾ എത്തിയതിന് ശേഷമായിരിക്കും പലപ്പോഴും 50:1 വിദ്യാർത്ഥി 50 ഒരു ക്ലാസ്സിൽ 50 വിദ്യാർത്ഥികൾ എന്നതാണ് ഇപ്പോഴുള്ള മാനദണ്ഡം. എന്നാൽ ആ മാനദണ്ഡം ഒരു പക്ഷേ 60 മുതൽ 75 വിദ്യാർത്ഥികൾ വരെ പലപ്പോഴും പോകുന്നുണ്ട്. അത് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ
വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നതിന് അധ്യാപകർക്ക് കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാക്കുന്നു എന്ന കാര്യം അവർ ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം തന്നെ ജൂനിയർ അധ്യാപകരുടെ പ്രൊമോഷൻ സാധാരണ നിലയിൽ UDF സർക്കാരിൻ്റെ കാലത്ത് പോലും 5 വർഷം കൂടുന്ന സമയത്ത് ജൂനിയർ അധ്യാപകരെ സീനിയർ അധ്യാപകന്മാരാക്കി ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരെ പ്രിൻസിപ്പൽമാരാക്കി നിയമിക്കുന്ന ഒരു സാഹചര്യം, സീനിയർ അധ്യാപകരായി നിയമിച്ചതിന് ശേഷം പ്രിൻസിപ്പൽമാരായി നിയമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവയൊക്കെയും ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്നു. കഴിഞ്ഞ 9 വർഷമായി അവയൊക്കെയും തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്ന കാര്യമാണ് അധ്യാപകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇക്കാര്യത്തിലൊക്കെയും ഒരു തീരുമാനം ഉണ്ടാകണം എന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്.